എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫി പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പഠിച്ചോണം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ വീഡിയോ പല സമയത്ത് കണ്ട് നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ പോകാതെ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫി പാർട്ട് 2 നമ്മൾ പോകാൻ പോവാണ്. അപ്പം നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ്. ഇന്ത്യ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ലാൻഡ് ഫോംസ് ആയിട്ടാണ് ഇന്ത്യനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് അണ്ടർ ദി ഫോളോയിങ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. ഇന്ത്യയിലെ 6 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, 6 ഏതൊക്കെയാണെന്നൊരു ഐഡിയ നമുക്ക് വേണം. ആദ്യം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു മാപ്പ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എവിടെയെങ്കിലും ഒരു മാപ്പ് ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഏകദേശം ഇന്ത്യയുടെ ഒരു മാപ്പ് എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു മാപ്പ് എടുത്ത് വെച്ചിട്ട് വേണം ഇതെല്ലാം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അതായത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വതങ്ങളാണ്. ഉത്തരപർവ്വത മേഖലയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണ്. രണ്ടാമത് നോർത്തേൺ പ്ലെയിൻസ്. അപ്പോൾ ഈ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത് ഉത്തര മഹാസമതലം. ഇതെല്ലാം നോർത്ത് സൈഡിലാണ് അല്ലെ, വടക്കേ അറ്റത്താണ്. അതാണ് ഈ നോർത്തേൺ സൈഡ്, നോർത്തേൺ എന്ന് പറയുന്നത്. അപ്പം നോർത്തേൺ മൗണ്ടെയിൻസ്, നോർത്തേൺ പ്ലെയിൻസ്, അതേപോലെ പെനിൻസുലാർ പ്ലേറ്റ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയും. ഇന്ത്യൻ ഡെസേർട്ട്, അതേപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിൻസ് തീരദേശങ്ങൾ, അതേപോലെ ഐലൻഡ്സുകൾ. അപ്പം ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടെയിൻസ്, നോർത്തേൺ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റു, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്. ഈ 6 പേരെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, മറ്റ് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് വായിക്കുമ്പോൾ കിട്ടും, ഇൻസൈറ്റ് പോലുള്ള ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ ഓരോ പ്രാവശ്യം എല്ലാം കൂടെ ഒരുമിച്ച് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ച് നോട്ട് ഉണ്ടാക്കാം. പിന്നെ അടുത്തൊരു വീഡിയോ കാണുവാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എടുക്കുക, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അങ്ങനെ കുറേ പ്രോസസ്സ് ചെയ്താലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ തലയിൽ ഇരിക്കുകയുള്ളൂ. അല്ലാതെ ഒറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ഫുൾ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കുക എന്നതാണ് എല്ലാ ക്ലാസ്സുകളുടെയും ഉദ്ദേശം. നിങ്ങൾക്കൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് നോർത്തേൺ മൗണ്ടെയിൻസ്, നോർത്തേൺ പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ്, ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിന്, അതേപോലെ തന്നെ ഐലൻഡ്സ്, ഇത്രയും കാര്യങ്ങളെയും പഠിക്കാനുണ്ട്. അപ്പം അതത്രയും കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്. പഠിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2 കോഴ്സിനെ പറ്റിയാണ്. അതുപോലെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിൻ്റെ കോഴ്സായിട്ടുള്ള ടർബോ പ്രീമിയം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടർബോ പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത് ഓൺലൈൻ ബാച്ചുകൾ, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഈ RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് കവർ ചെയ്യുന്ന ടോപ്പിക്സുകളെല്ലാം നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, മെൻറ്ററിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ടർബോ പ്രീമിയം ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ CGL എക്സാം, SC എക്സാമുകളിലെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് CGL എക്സാമും. CGL കോഴ്സും അവൈലബിൾ ആണ്. നമുക്ക് ഈ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് ഈ പറയുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ടോപ്പിക്കായിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ഇതാണ് ഇന്ത്യയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ബ്രൗൺ കളറിൽ കാണപ്പെടുന്നതാണ് നോർത്തേൺ മൗണ്ടെയിൻസ്, ഉത്തര പർവ്വത മേഖല. നോക്കിക്കേ, ഇത് ഇങ്ങ് കാശ്മീർ മുതൽ ഈ ഈസ്റ്റേൺ സൈഡിലുള്ള ഇവിടെ അരുണാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര, ഇങ്ങനെയുള്ള ഈ സൈഡിൽ നാഗാലാൻഡ് അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇത് എല്ലാം എന്താണ്? നോർത്തേൺ മൗണ്ടെയിൻസിന്റെ ഭാഗമാണ്. ഇങ്ങ് എവിടം തൊട്ട് കാശ്മീർ മുതൽ ഈ നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ കവർ ചെയ്തിട്ടാണ് ഈ പർവ്വത മേഖല ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്.
രണ്ടാമത് നമ്മൾ പഠിച്ചത് നോർത്തേൺ പ്ലെയിൻസ് ആണ്. ഇത് ശരിക്കും ഈ മൗണ്ടെയിൻ റീജിയൻസിന്റെ താഴെയാണ്. ഈ മൗണ്ടെയിൻ റീജിയൻസിന്റെ താഴെ ഈ റിവേഴ്സ്, ഈ ഗംഗ പോലുള്ള റിവർ ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ നോർത്തേൺ പ്ലെയിൻസ്. ഭയങ്കര ഫലപുഷ്ടമായിട്ടുള്ള ഏരിയയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലവും ഈ നോർത്തേൺ പ്ലെയിൻസിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ രാജസ്ഥാൻ റീജിയനിലോട്ട് പോകുമ്പോൾ താർ ഡെസേർട്ട്, ഇതാണ് നമ്മുടെ താർ ഡെസേർട്ട്. നമ്മുടെ ഡെസേർട്ട് സ്ഥലം പറഞ്ഞു. പിന്നെ നമ്മുടെ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഗുജറാത്ത്, അതുപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, അതേപോലെ തന്നെ തമിഴ്നാട്, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാളിലോട്ടൊക്കെ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ കോസ്റ്റൽ റീജിയന്. അതേപോലെ തന്നെ ഈ മിഡിലിൽ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പിൽ കാണാൻ പറ്റുന്നത് പെനിൻസുലാർ റീജിയൻ അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റു ആണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതിൽ നോർത്തേൺ മൗണ്ടെയിൻസ് ബ്രൗൺ കളറിൽ, ഗ്രീൻ കളറിൽ, ലൈറ്റ് ഗ്രീനിലുള്ളത് നോർത്തേൺ പ്ലെയിൻസ്, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് യെല്ലോ കളറിൽ, ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലർ റീജിയൻ ഇവിടെ ഡെക്കാൻ പ്ലേറ്റു. പിന്നെന്താണ് ഈ ഗുജറാത്ത് തൊട്ട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത് തൊട്ട് ഇങ്ങനെ വരുന്ന നമ്മുടെ കോസ്റ്റൽ റീജിയൻ. അതുപോലെ നമ്മുടെ ഐലൻഡ്സുകൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഐലൻഡ്സുകൾ കാണാൻ പറ്റും. ഇവിടെ ലക്ഷദ്വീപ്, അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എല്ലാം നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ നല്ല രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു പിക്ചർ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ നോർത്തേൺ മൗണ്ടെയിൻസിനെ പറ്റി പഠിക്കാം. ഈ നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ശരിക്കും ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഹിമാലയാസിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ ഹിമാലയാസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഫോൾഡഡ് മൗണ്ടെയിൻസ് ആണ്, മടക്ക് പർവ്വതങ്ങളാണ്. ഏറ്റവും യങ് ആയിട്ടുള്ള ഫോൾഡഡ് മൗണ്ടെയിൻസിന് എക്സാമ്പിൾ ആണ് ഹിമാലയം എന്ന് പറയുന്നത്. എന്നാൽ ഹിമാലയ യങ് ആണെങ്കിൽ പഴക്കം ചെന്ന ഫോൾഡഡ് മൗണ്ടെയിൻസും ഇന്ത്യയിൽ തന്നെയാണ്. ഓൾഡസ്റ്റ് ഫോൾഡഡ് മൗണ്ടെയിനും ഇന്ത്യയിലാണ്. അതിന്റെ പേരാണ് ആരവല്ലി. അപ്പം ഹിമാലയ യങ് ആണെങ്കിൽ ആരവല്ലി കുറച്ച് പഴയതാണ്. ഹിമാലയ എന്ന് പറഞ്ഞാൽ യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണെങ്കിൽ ആരവല്ലി ഓൾഡസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് നമ്മുടെ അരുണാചൽ പ്രദേശ് റീജിയൻ വരെ ഇങ്ങനെ ഏകദേശം 2400 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഹിമാലയൻ റേഞ്ച് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഹിമാലയൻ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡസ് ഗോർജ്, സിന്ധു നദി, അത് ഇങ്ങേയറ്റം അതിന്റെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഇൻഡസ് ഗോർജും അതിന്റെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് ഈസ്റ്റിൽ ബ്രഹ്മപുത്ര ഗോർജുമാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു പിക്ചറിൽ നിന്ന് ഞാൻ പറയാം. ശരിക്കും ഹിമാലയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ ഹിമാലയൻ റിവർ, ഈ ഹിമാലയൻ റേഞ്ചിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ സിന്ധു നദി എങ്ങോട്ടാ പോകുന്നത്? പടിഞ്ഞാറോട്ടാണ് സിന്ധു ഒഴുകുന്നത്. സിന്ധു ഒഴുകുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ്. അതേപോലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയൊക്കെ അല്ലെ. അപ്പൊ ഈ ഇങ്ങേ അറ്റത്ത് ബ്രഹ്മപുത്ര, ഇത് ബ്രഹ്മപുത്രയാണെങ്കിൽ ഇത് ബ്രഹ്മപുത്ര, ഇത് സിന്ധു. ഇത് കണ്ടോ? ഈ നമ്മുടെ ഹിമാലയത്തിന് ഹിമാലയം മൗണ്ടെയിൻ റേഞ്ചസിലെ ഇങ്ങേ അറ്റം, അതായത് നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ അറ്റത്തുള്ളതാണ് സിന്ധു റിവർ എന്ന് പറയുന്നത്. അതേപോലെ ഈസ്റ്റേൺ സൈഡിൽ ഇങ്ങേ അറ്റമുള്ളതാണ്, അതിർത്തിയിലുള്ളതാണ് ബ്രഹ്മപുത്ര റിവർ. ഇതിന്റെ ഇടയിൽ നമുക്ക് പല റിവേഴ്സ് ഒഴുകുന്നുണ്ട്. അതിലൊന്നാണ് ഇതെന്ന് പറയുന്നത് സത്ലജ് ഉണ്ട്. അതുപോലെ തന്നെ കാളി റിവർ ഉണ്ട്. ഇന്ത്യ നേപ്പാളിന്റെ അതിർത്തിയാണ് കേട്ടോ കാളി റിവർ ഉണ്ട്. ടീസ്റ്റ ഉണ്ട്. പിന്നെ ബ്രഹ്മപുത്ര. ഇതിന്റെ ഇടയിലുള്ള റീജിയനെ പറയുന്ന പേരിനും അതിന് വ്യത്യാസമുണ്ട്. ഈ സിന്ധുവിനും സത്ലജിനും ഇടയിലുള്ള ഹിമാലയത്തിന്റെ പാർട്ടിയെ നമ്മൾ പഞ്ചാബ് ഹിമാലയം എന്നാണ് പറയുന്നത്. എല്ലാം ഞാൻ ഇവിടെ തന്നെ നോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഇവിടെ പറയാം കേട്ടോ. ഇത് പഞ്ചാബ് ഹിമാലയാണ്. പഞ്ചാബ് ഹിമാലയ. അതുപോലെ സത്ലജിനും കാളിക്കും ഇടയിലുള്ളത് കുമയൂൺ ഹിമാലയ. ഇനി കാളിക്കും ടീസ്റ്റയിലുള്ളത് സെൻട്രൽ ഹിമാലയ. ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയില്
ഇടയുള്ളത് ആസാം ഹിമാലയ. ഓക്കെ, ഇത് ഞാൻ ഒന്നും കൂടെ നമുക്ക് ആ ഹിമാലയൻ റേഞ്ചസ് പഠിക്കുമ്പോൾ പറയാം. ഇത് ജസ്റ്റ് ഞാൻ ഈ ഒരു ഫിഗറിനകത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങേയറ്റം, അതായത് നമ്മുടെ ഈ ഒരു ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിന്റെ ഇങ്ങ് പടിഞ്ഞാറേ അറ്റം സിന്ധു നദിയും കിഴക്കേ അറ്റം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുമാണ്. ഇതിൽ സിന്ധു നദി എവിടെ നിന്നാണ്? ആ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ബാക്കി എല്ലാവരും എങ്ങോട്ടാണ്? ആ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇതിൽ ഈ സിന്ധു നദി എന്ന് പറയുന്നത് ഏറ്റവും അറ്റതാണെന്ന് പറഞ്ഞാൽ സിന്ധുവിനും സത്ലജിനും ഇടയിലുള്ള ഹിമാലയത്തിന്റെ പാർട്ടിനെ നമ്മൾ പഞ്ചാബി ഹിമാലയ എന്നാണ് പറയുന്നത്. സത്ലജിനും കാളി റിവറിനും ഇടയിലുള്ള പോർഷനെ കുമയൂൺ ഹിമാലയ എന്നാണ് പറയുന്നത്. ഇനി കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലുള്ളതിനെ സെൻട്രൽ ഹിമാലയം എന്ന് പറയും. അതുപോലെ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ളതിനെ ആസാം ഹിമാലയ എന്ന് പറയും. ഈ ടീസ്റ്റ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് റിവർ ആണ്. ഏറ്റവും സ്പീഡിൽ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ഈ ടീസ്റ്റ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നദികൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ബ്രഹ്മപുത്ര ഇങ്ങറ്റം, അങ്ങറ്റം സിന്ധു റിവർ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് നോക്കാം. അപ്പൊ നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പാമീർ നോട്ട് എന്നാണ്. അപ്പൊ നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് വെച്ചാൽ കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ ഇങ്ങനെ നോർത്തേൺ മൗണ്ടെയിൻസ് അല്ല, ഈ ഹിമാലയൻ മൗണ്ടെയിൻസ്. ഈ നോർത്തേൺ മൗണ്ടെയിൻസിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ ഈസ്റ്റേൺ ഹിൽസുകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്, കിഴക്കൻ മലനിരകളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇനിയും നമ്മുടെ ഈ നോർത്തേൺ മൗണ്ടെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമീർ നോട്ടിൽ നിന്നാണ്. പാമീർ നോട്ടിൽ നിന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാമീർ നോട്ടിൽ നിന്നാണ്. ഈ പാമീർ നോട്ടിന്റെ പ്രത്യേകത ലോകത്തിന്റെ എന്താണ്? റൂഫ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ പാമീർ നോട്ടാണ്. തജിക്കിസ്ഥാനിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി റൂഫ് ഓഫ് ദി വേൾഡ് എന്നാണ് പാമീർ നോട്ടിനെ അറിയപ്പെടുന്നത്. അവിടെ നിന്നുമാണ് നമ്മുടെ ഈ ഒരു നോർത്തേൺ മൗണ്ടെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ശരിക്കും എന്താണ്? ഹിമാലയത്തിനെ എന്താണ് സെൻട്രൽ ഏഷ്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നോർത്തേൺ മൗണ്ടെയിൻസ് ശരിക്കും എന്താണ്? മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉത്തരപർവ്വത മേഖല 3 ടൈപ്പ് ഉണ്ട്. ഏതാണ്? ഹിമാലയം, ഹിമാലയത്തിന്റെ വടക്ക് വശത്ത് കാണുന്ന മലനിരകള്, ഹിമാലയത്തിന്റെ കിഴക്ക് വശത്ത് കാണുന്ന മലനിരകൾ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹിമാലയൻ നടുക്കുണ്ട്, ഹിമാലയത്തിന് വടക്ക് വശത്ത് മുകൾ ഭാഗത്ത് കാണുന്നത് ട്രാൻസ് ഹിമാലയൻ, അതേപോലെ തന്നെ ഹിമാലയ. പിന്നെന്താ ഉള്ളത്? ഈസ്റ്റേൺ അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഹിൽസ്, കിഴക്കൻ മലനിരകൾ, ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്. അപ്പൊ ഹിമാലയത്തിന്റെ വടക്ക് വശത്ത് കാണപ്പെടുന്ന മലനിരകളെ നമുക്ക് ട്രാൻസ് ഹിമാലയൻസ് എന്നാണ് പറയുന്നത്. പിന്നെ നടുക്ക് ഹിമാലയമുണ്ട്, ഈസ്റ്റേൺ അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഹിൽസും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ നോർത്തേൺ മൗണ്ടെയിൻസിനെ നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം. നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് എഴുതിയിട്ട് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഹിൽസ്. ഇതിൽ ഈ ട്രാൻസ് ഹിമാലയത്തിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ് ഹിമാലയത്തിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാമോ? കാരക്കോണം, ലഡാക്ക്, സസ്കർ. പിന്നെ കാരക്കോണത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കൈലാസ് പർവ്വതം ഉണ്ട് കേട്ടോ, കൈലാഷ് പർവ്വതം ഉണ്ട്. അപ്പൊ കാരക്കോണം, ലഡാക്ക്, സസ്കർ ആണ് ട്രാൻസ് ഹിമാലയത്തിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ട്രാൻസ് ഹിമാലയത്തിൽ തന്നെ കാരക്കോണം ഉണ്ട്. ഈ കാരക്കോണമാണ് ആക്ച്വലി പാമീർ നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മലനിരകൾ എന്ന് പറയുന്നത്. അതുപോലെ ലഡാക്ക് ഉണ്ട്, പിന്നെ എന്താണ്? സസ്കർ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ് ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ വെസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് കൂടുതലാണ്. ഹിമാലയത്തിന്റെ എന്താണ്? വടക്ക് വശത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോക്സ് ഓഫ് ദിസ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? മറൈൻ സെഡിമെന്റ് കൊണ്ട് കൊണ്ടുവരുന്നതാണ്. ഗ്രാനൈറ്റ്സ് ആണ് ഇതിന്റെ കൂടുതൽ ഉത്ഭാഗം എന്ന് പറയുന്നത്. ഇതിലെ പ്രോമിനന്റ് റീജിയൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിലെ സസ്കർ, ലഡാക്ക്, കൈലാഷ്, കാരക്കോണം. ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. നോർത്ത് സൈഡിലാണ് കാരക്കോണം ഉള്ളത്, മിഡിൽ സൈഡിലാണ് ലഡാക്ക് ഉള്ളത്, സസ്കർ ഏറ്റവും താഴെയാണ് സസ്കർ ഉള്ളത്. ഓക്കെ അല്ലേ? നോർത്ത്, ഇത് സൗത്ത്, ലഡാക്ക് മിഡില്. അപ്പൊ കാരക്കോണം, ലഡാക്ക്, സസ്കർ, കാരക്കോണത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കൈലാസ പർവ്വതം അല്ലെ കൈലാഷ് പർവ്വതം, കൈലാഷ് മൗണ്ടൻ റേഞ്ചസ്. അതാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഇതില് ഈ കാരക്കോണം റീജിയണിലാണ് നമ്മുടെ മൗണ്ട് കെയ്റ്റു ഉള്ളത് കേട്ടോ. മൗണ്ട് കെയ്റ്റു ഉള്ളത് എവിടെയാണ്? ഈ കാരക്കോണം റീജിയനിലാണ്. മൗണ്ട് കെയ്റ്റു എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് ചോദിച്ചാൽ മൗണ്ട് കെയ്റ്റു ആണ്. പക്ഷേ ഇന്ത്യയിൽ പൂർണ്ണമായും ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലല്ല.
പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കാഞ്ചൻജംഗയാണ്, സിക്കിമിലുള്ള കാഞ്ചൻജംഗയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ പീക്ക് എന്ന് പറയുന്നത് ഏതാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. അത് എവിടെയുള്ളത്? അത് നേപ്പാളിലാണുള്ളത്, അല്ലെ? നേപ്പാളിലാണുള്ളത്. ഏറ്റവും ഉയരം കൂടിയത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് കെ2 ആണ്. പക്ഷെ പൂർണ്ണമായിട്ടും അത് ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ ഇപ്പം നമ്മൾ എന്താ ആൻസർ എഴുതണം? കാഞ്ചൻജംഗ എഴുതണം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയത് നന്ദാദേവിയാണ്. അതും പൂർണ്ണമായിട്ടും എന്താണ്? ഇന്ത്യയിലാണ്. അങ്ങനെ ഒരു കാര്യം നമ്മളിവിടെ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ പ്രോമിനന്റ് റേഞ്ചസ് ഓഫ് ട്രാൻസ് ഹിമാലയ വരുന്നതാണ് കാരക്കോണം, സസ്കർ, ലഡാക്ക്. ഓക്കെ അല്ലേ? ഇനിയും കാരക്കോണത്തിലാണ്. അപ്പൊ മൗണ്ട് കെ2 കാരക്കോണത്തിലാണ്. അതുപോലെ സിയാച്ചിൻ ഗ്ലേഷ്യർ, സിയാച്ചിൻ ഗ്ലേഷ്യർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ആൻസറും കാരക്കോണമാണ് കേട്ടോ. കാരക്കോണത്താണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ആണ് ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനൊരു എന്താണ്, ഈ സിയാച്ചിൻ പിടിച്ചെടുക്കാനുള്ള ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ആ ഓപ്പറേഷന്റെ പേരെന്ന് പറയുന്നത് 1984 ഈ സംഭവം ഓപ്പറേഷൻ മേഘദൂത് എന്നായിരുന്നു കേട്ടോ. സിയാച്ചിൻ പിടിച്ചെടുക്കാനുള്ള നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ദൗത്യത്തിനെയാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ് ഇന്ത്യയിലെ ഹൈയസ്റ്റ്, ലോകത്തിലെ തന്നെ ഹൈയസ്റ്റ് ഉയരം കൂടിയ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. വളരെയധികം കോൾഡഡ് ആയിട്ടുള്ള മഞ്ഞുവീഴ്ചയുള്ള ഒരു ഏരിയ ആണ് ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ലാൻഡ് ഓഫ് വൈൽഡ് റോസസ് എന്നാണ് നമ്മുടെ ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിനെ അറിയപ്പെടുന്നത്. സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്ത് നമ്മൾ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോണം മെയിൻ ആയിട്ടാണ്. പിന്നെ ലഡാക്ക്, സസ്കർ വാലീസ് ഒക്കെ ഇതിന്റെ കണക്ട് ചെയ്യുന്ന മലനിരകളാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് വരുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിമാലയാസിനെയാണ് കേട്ടോ. ഹിമാലയ പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഹിമാലയാസ്. ഈ ഹിമാലയാസ് എന്ന് പറയുന്നത് കോർ പാർട്ട് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നോർത്തേൺ മൗണ്ടെയിൻസിന്റെ ഉത്തര പർവ്വത മേഖലയിലെ കോറാണ് ആരെന്ന് പറഞ്ഞ ഹിമാലയൻ. അങ്ങ് വടക്ക് ആരുണ്ട്? ട്രാൻസ് ഹിമാലയൻസ് ഉണ്ട്. അങ്ങ് കിഴക്ക് പൂർവാഞ്ചലുണ്ട്. മിഡിൽ കോറിൽ കാണപ്പെടുന്ന മലനിരകളാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഹിമാലയം എന്ന് പറയുന്ന യങ് ഫോൾട്ടഡ് മൗണ്ടെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. മെയിൻ ഡിവിഷൻ ഹിമാലയത്തിനെ നമുക്ക് വീണ്ടും എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3 റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഇത് ഇന്ത്യയുടെ ഇപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയുടെ, ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇന്ത്യയുടെ ഒരു റീജിയൻ അത് കാശ്മീർ ആണ്. സപ്പോസ് ചെയ്ത് കാശ്മീർ ആണ്, ഇതിങ്ങനെ പോവാണെന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടെ നിന്ന് കാശ്മീരിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം എത്രയാണ്? ഒരു 2400 കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുകയാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്ന പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഹിമാലയത്തിനെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാൻ പറ്റും? 3 ആയിട്ട് തിരിക്കാൻ പറ്റും. ഹിമാലയത്തിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാൻ പറ്റുമേ. അതിൽ ഏറ്റവും നോർത്ത് വശത്തുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നതാണ് ഗ്രേറ്റർ ഹിമാലയ, അല്ലെങ്കിൽ നമുക്ക് ഹിമാദ്രി എന്ന് പറയും. ഏറ്റവും വടക്ക് വശത്ത് കാണപ്പെടുന്ന എന്താണ്? ഹിമാദ്രിയാണ്. ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ഹിമാലയത്തിന്റെ ഭാഗമാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയ ഏറ്റവും ഉയരം കൂടിയതും അതുപോലെ ഏറ്റവും പഴക്കം ചെന്നതുമാണ് ഈ ഹിമാദ്രി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 6000 മീറ്റർ ഉയരത്തിലാണ്, 6 കിലോമീറ്റർ ഉയരത്താണ്. ഭയങ്കര തണുപ്പാണ് അല്ലെ? നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ ഗ്രേറ്റർ ഹിമാലയാസ് ആണ്. അതേപോലെ തന്നെ വളരെ ഉയരം കൂടിയ 6000 മീറ്ററോളം അധികം ഉയരമുള്ളതാണ്. അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന മലനിരകളുമാണ്. അതേപോലെ തന്നെ ലെസർ ഹിമാലയാസ്, ഇതിനെ നമ്മൾ ഹിമാദ്രി എന്ന് വിളിക്കും. രണ്ടാമത് നമ്മളുള്ളത് അതിന്റെ കുറച്ചുകൂടെ മിഡിൽ ആയിട്ടുള്ള ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പറയും. മൂന്നാമത്തെ എന്താണ്? ഔട്ടർ ഹിമാലയാസ് ആണ്, ശിവാലിക്. ഔട്ടർ ഹിമാലയ. ഈ ഹിമാചലിനും ഔട്ടർ ഹിമാലയനും ഇടയിലുള്ള റീജിയനെ നമുക്ക് ഡൂൺസ് എന്നാണ് പറയുന്നത്. ഈ ഡെറാഡൂൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഡെറാഡൂൺ ഒക്കെ അങ്ങനെയുള്ളതാണ്. ഹിമാചലിനും ഔട്ടർ ഹിമാലയത്തിനും ഇടയിലാണുള്ളത്. അപ്പം നോക്കിക്കേ, ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്, ശിവാലിക്, അല്ലെങ്കിൽ നമുക്ക് ഹിമാദ്രി, ഹിമാചൽ,
ശിവാലിക്. ഇന്നിങ്ങനെ ഹിമാലയത്തിനെ വീണ്ടും 3ആയിട്ട് തിരിക്കാം. അപ്പൊ ഹിമാദ്രി നമുക്ക് നോക്കാം, പിന്നെ നമുക്ക് ഹിമാചൽ നോക്കാം, പിന്നെ നമുക്ക് ശിവാലിക് നോക്കാം. ഇതിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്ന് പറയുന്നത് എന്താണ്? ഹിമാദ്രിയാണ്. ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാലയത്തിന്റെ. ഏകദേശം ഒരു 25 കിലോമീറ്റർ വൈഡ് ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ഉയരം 6000 മീറ്റർ ആണ്. നമ്മളിവിടെ പറയുന്നുണ്ട് 6000 മീറ്റർ ആണ് ഉയരം എന്ന് പറയുന്നത്. ലെസർ റെയിൻഫോൾ ആണ്. മറ്റ് 2 പോർഷനെ വെച്ച് നോക്കുമ്പോൾ മഴ കുറവായിട്ടുള്ള ഏരിയയും കൂടെയാണ് കേട്ടോ ഇത്. ഇനിയും ഫോൾസ് ഓഫ് ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് പറയുന്നത് അസിമെട്രിക്കൽ ആണ്. ഫോൾഡുകൾ എന്താണ്? സിമെട്രിക്കൽ അല്ല, അസിമെട്രിക്കൽ ആണ്. ഇതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഫോം ചെയ്തതായിരിക്കും? ഗ്രാനൈറ്റ് കൊണ്ട് ഫോം ചെയ്തതായിരിക്കും. എന്തുകൊണ്ട് ഫോം ചെയ്തതാണ്? ഗ്രാനൈറ്റ് കൊണ്ട് ഫോം ചെയ്തതാണ്. ഇത് കൂടാതെ ഹിമാദ്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റിന്റെ നീളം എന്ന് പറയുന്നത് 88-48 മീറ്റർ. കൃത്യമായിട്ട് പറഞ്ഞാൽ 88-48.48 അല്ല 86 മീറ്റർ ആണ്. 86 മീറ്റർ ആണ്. 88-48 ഓർത്തിച്ചാൽ മതി കേട്ടോ. 88-48 മീറ്റർ ആണ് എന്തിന്റെ? മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അതേപോലെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയതായിട്ടുള്ള കാഞ്ചൻജംഗ എവിടെയാ ഉള്ളത്? അത് 85-86 മീറ്റർ ഉയരമുള്ള കാഞ്ചൻജംഗയും ഹിമാദ്രിയിലാണ്. ഇനി മൗണ്ട് എവറസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. പക്ഷെ അത് ഇന്ത്യയിലാണോ? അല്ല, അത് നേപ്പാളിലാണ് അല്ലെ. അതിന്റെ കാഞ്ചൻജംഗ എന്ന് വെച്ചാൽ നേപ്പാളിനും സിക്കിമിനും ഇടയിലാണ്. ആക്ച്വലി സിക്കിമിലാണ് അത് പൂർണ്ണമായിട്ടും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് പെരിനിയലി സ്നോ ബൗണ്ട് ആണ്. സ്നോ ബൗണ്ടഡ് ഏരിയ ആണ്. പിന്നെ ഗംഗോത്രി, അതേപോലെ യമുനോത്രി, സിയാച്ചിൻ ആർ സം ഓഫ് ദ ഗ്ലേഷ്യർ ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. ഓക്കെ അല്ലെ. അപ്പൊ ഹിമാദ്രിയിൽ കാണപ്പെടുന്ന ഗ്ലേഷ്യർ ആണ് എന്ന് പറയുന്നത് ഗംഗോത്രി, യമുനോത്രി, അതുപോലെ തന്നെ സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഗംഗോത്രി, യമുനോത്രി, സിയാച്ചിൻ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇതിന്റെ പാർട്ടാണ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഗംഗോത്രി എന്ന് പറയുന്ന ഗംഗോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഗംഗ ഉത്ഭവിക്കുന്നത്. യമുനോത്രി എന്ന് വെച്ചാൽ എന്താണ്? യമുന ഉത്ഭവിക്കുന്ന ഏരിയ ആണ്. അപ്പൊ ഗംഗോത്രി എന്ന് പറയുന്നത് ഗംഗയുടെ ഉത്ഭവവും അതേപോലെ യമുനോത്രി എന്ന് പറയുന്നത് യമുനയുടെ ഉത്ഭവസ്ഥാനവുമാണ്. അപ്പൊ അതെവിടെയാണ്? ഈ ഹിമാദ്രിയിലാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്ക് എല്ലാം ഹിമാദ്രിയിലാണ്. 6000 മീറ്റർ ആണ് ഉയരം, ഹിമാദ്രിയുടെ ഉയരം എന്ന് പറയുന്നത്. അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഹിമാദ്രിയുടെ പ്രത്യേകതകൾ. രണ്ടാമത്തെ ഹിമാചലിലോട്ട് വന്നു കഴിഞ്ഞാൽ മിഡിൽ റീജിയൻ ആണ് കേട്ടോ. മിഡിൽ റേഞ്ച് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3700 മുതൽ 4500 മീറ്റർ വരെയാണ്. 6000-ലും താഴെയായി. അപ്പൊ നമുക്ക് എന്താണ് കുറച്ചും കൂടെ മനുഷ്യന് പോകാൻ പറ്റും, നമുക്ക് പോയി താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു റീജിയൻ ആണ്. ഏകദേശം ഒരു 80 കിലോമീറ്റർ വരെ അതിങ്ങനെ വ്യാപിച്ച് കിടക്കുവാണ്. മറ്റേതൊരു 25 കിലോമീറ്ററേ ഉള്ളായിരുന്നു. ഇവിടെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനുകളെല്ലാം കാണപ്പെടുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കുളു മണാലി, അതേപോലെ തന്നെ മുസൂറി, നൈനിറ്റാള്, അതുപോലെ ഡാർജിലിംഗ്, ഇതെല്ലാം ഹിമാചലിന്റെ പാർട്ടാണ്. ഡാർജിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും വെസ്റ്റ് ബംഗാളിന്റെ സൈഡാണ്. വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് ഉള്ളത്. ഇനി മേജർ റോക്സ് ഓഫ് എന്ന് പറയുന്നത് സ്ലേറ്റ് ഉണ്ട്, അതുപോലെ ലൈം സ്റ്റോണും ക്വാർട്സും ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്ലേറ്റ്, ലൈം സ്റ്റോൺ, ക്വാർട്സ് ആണ് റോക്ക് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ പീർ പഞ്ചൽ, പിന്നെ ഡൗളാധാർ, മഹാഭാരത് മൗണ്ടൻ റേഞ്ച് ആണ് ഈ പാർട്ടിൽ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള മൗണ്ടൻ. പീർ പഞ്ചൽ, ധൗലാധാർ, അതുപോലെ തന്നെ മഹാഭാരത് എന്നൊക്കെ പറയുന്നത്. ഇനി മേജർ ഹിൽ സ്റ്റേഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. മേജർ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഹിമാലയസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന, ഹിമാചലിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഷിംല, അതുപോലെ മുസോറി, നൈനിറ്റാൾ, അൽമോറ, റാണിക്കെട്ട്, ഡാർജിലിംഗ്, ഇതെല്ലാം എന്താണ്? മെയിൻ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ് ഒക്കെ എവിടെയാണ്? നമ്മുടെ ഹിമാചലിലാണ്. ഇനി ശിവാലിക് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയാസ് എന്ന് പറയുന്നത് ആക്ച്വലി ശിവാലിക് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത് എന്താണ്? ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു പാർട്ടാണ് ശിവാലിക് എന്ന് പറയുന്നത്. ഈ ഹിമാലയൻ റിവേഴ്സിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായി അവിടെ നിന്നാണ് ശിവാലിക് ഫോം ചെയ്യുന്നത്. ഓൾട്ടിറ്റ്യൂഡിന്റെ വേരിയേഷൻ ഒരു 900 to 1100 മീറ്റേഴ്സ് എലിവേഷൻ ആണ്. ഏകദേശം ഒരു 1300 മീറ്റർ റേഞ്ച് ഒക്കെ ഉള്ളൂ. മറ്റേ നിന്നും എന്താണ് ചെറുത് വീതി കുറഞ്ഞു വരുവാണ് കേട്ടോ. ഇതിന്റെ നമ്മുടെ ഈ ഹിമാലയത്തിന്റെ ഒരു 400 കിലോമീറ്റർ ആണ് ഈ സൈഡില് കാശ്മീർ സൈഡ് അതിന്റെ വിട്ടെങ്കിൽ
ലാസ്റ്റ് അരുണാചൽ പ്രദേശിന്റെ സൈഡിലേക്ക് ആകുമ്പോഴത്തേനും അതൊരു 150 കിലോമീറ്റർ വിട്ടിലോട്ട്, അങ്ങനെ വിട്ട് കുറഞ്ഞാണ് വരുന്നത്, 150 കിലോമീറ്ററിലോട്ടൊക്കെ പോകും. ലോഞ്ചിറ്റ്യൂഡൽ വാലീസ് ഫൗണ്ട് ബിറ്റ്വീൻ ശിവാലിക് ആൻഡ് ലെസർ ഹിമാലയാസ്. ലെസർ ഹിമാലയാസും അതുപോലെ തന്നെ നമ്മുടെ ശിവാലിക്കിനും ഇടയിലുള്ളതിനെ ഡൂൺസ്, ഡെറാഡൂൺസ് ഒക്കെ കേട്ടില്ലേ, അതുപോലെ ഡുവാഴ്സ്, ഈസ്റ്റിലിനെ ഡുവാഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഡൂൺസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ലെസർ ഹിമാലയസ് അല്ലെങ്കിൽ ഹിമാചലിനും ശിവാലിക്കിനും ഇടയിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഡൂൺസ് ഫോം ചെയ്യുന്നത്. അടുത്ത നമ്മുടെ കിഴക്കൻ മലനിരകളാണ്. കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഓഫ് ഷൂട്ട് ഓഫ് ഹിമാലയാസ് ആണ്. ഹിമാലയത്തിന്റെ കിഴക്ക് വശത്ത് കാണപ്പെടുന്ന മലനിരകളാണ് അല്ലെ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകളിലൂടെ കവർ ചെയ്തിരിക്കുന്നത്, അതായത് നാഗാലാൻഡ്, ആസാം, അതുപോലെ അരുണാചൽ പ്രദേശ്, ത്രിപുര, മിസോറാം, മണിപ്പൂർ അവിടെയൊക്കെ കാണപ്പെടുന്ന എന്താണ് മലനിരകളാണ് കിഴക്കൻ പൂർവാഞ്ചലിനകത്ത് വരുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ഈ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള മലനിരകളാണ് പട്കായി ബം ഹിൽസ് എന്ന് പറയുന്നത്, പട്കായി മലനിരകൾ എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടാതെ നാഗാ ഹിൽസ്, നാഗാലാൻഡ്, മണിപ്പൂർ ഹിൽസ്, മീസോ ഹിൽസ്, ത്രിപുര ഹിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഗാരോ ഖാസി, ജയന്തിയ ഹിൽസ് ഒക്കെ മേഘാലയയിലാണ് ഇവർ കാണപ്പെടുന്നത്. ഇതെല്ലാം പൂർവാഞ്ചലിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതെല്ലാം എന്താണ്? പൂർവാഞ്ചൽ ഹിൽസിന്റെ പാർട്ടാണ്, കിഴക്കൻ മലനിരകളുടെ പാർട്ടാണ് പൂർവാഞ്ചൽ ഹിൽസ് ആണ്. ഇത് ഹിമാലയത്തിന്റെ കിഴക്കൻ സൈഡിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഫിഗർ ആദ്യം കാണിച്ച പടത്തിൽ ആ ബ്രൗൺ കളറിൽ ഷെയ്ഡിൽ നമ്മുടെ കിഴക്കേ അറ്റത്തോട്ട് വരുന്നതെല്ലാം എന്താണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചിൽ ഇങ്ങേ അറ്റത്തുള്ള ഈസ്റ്റേൺ സൈഡിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മലനിരകളാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്, അതായത് നമ്മൾ ഈ പീക്സുകൾ എവിടെയാണ്, അതുപോലെ അവരുടെ ഹൈറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം നമ്മൾ ആ ഡേറ്റാസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ മൗണ്ട് എവറസ്റ്റ്, എവിടെയാണ് മൗണ്ട് എവറസ്റ്റ് കാണപ്പെടുന്നത്? അത് നമുക്കറിയാം, നേപ്പാളിലാണ്. 88-48 മീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കാരക്കോണം റേഞ്ചിൽ കാണപ്പെടുന്ന ഈ മൗണ്ട് K2, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ അല്ലേ? പൂർണ്ണമായിട്ടും ഇന്ത്യയിലല്ല, അത് 86-11 മീറ്റർ ആണ്. കാഞ്ചൻജംഗ ഇന്ത്യയിൽ, സിക്കിം 85-98 മീറ്റർ ആണ്. പിന്നെ മക്കാലു ഉണ്ട് നേപ്പാളില് 84-81. ഡൗലഗിരിയും നേപ്പാളിലാണ് 81-72. നംഗപർവ്വത് എന്താണ്? ഇന്ത്യയിലാണ് 81-26 ആണ്. പിന്നെ അന്നപൂർണ, അതുപോലെ നന്ദാദേവി ഉണ്ട്, പിന്നെ നംജ പർവ്വയുണ്ട്, പിന്നെ എന്താണ്? ഗുർല മന്ദാദി ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? മെയിൻ ആയിട്ടുള്ള പീക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൗണ്ട് എവറസ്റ്റ്, ഗോഡ്വിൻ ഓസ്റ്റിൻ, കാഞ്ചൻജംഗ, അതേപോലെ നന്ദാദേവിയുടെ ഒക്കെ ഹൈറ്റ് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ ഹിമാലയൻ റേഞ്ച്, അതായത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്ത് ഇതിനകത്തൊന്ന് മാക്സിമം പഠിക്കാൻ പറ്റാനും അതേപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വരട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ബൈ.